ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 17. ഒരിക്കലും വൈകരുത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 23 വാക്യം. ഒരു ചെറിയ പശ്ചിമാഫ്രിക്കൻ പട്ടണത്തിലെ ഒരു സന്ദർശകൻ എന്ന നിലയിൽ എൻ്റെ അമേരിക്കൻ പാസ്റ്റർ ഞായർ രാവിലെ 10 മണിക്കുള്ള ഒരു ശുശ്രൂഷയ്ക്കായി കൃത്യസമയത്തെത്തി. അതൊരു ചെറിയ ചാപ്പലായിരുന്നെങ്കിലും ആ മുറി ശൂന്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു. 1 മണിക്കൂർ, 2 മണിക്കൂർ. ഒടുവിൽ ഏകദേശം 12:30 മണിയോടെ പ്രാദേശിക പാസ്റ്റർ വളരെ ദൂരം നടന്ന് അവിടെ എത്തി. ചില ഗായക സംഘാംഗങ്ങളും സുഹൃത്തുക്കളായ കുറച്ച് നഗരവാസികളും അദ്ദേഹത്തെ പിന്തുടർന്നു വന്നു. പാസ്റ്റർ പിന്നീട് പറഞ്ഞതുപോലെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ആരാധന ആരംഭിച്ചു. ആത്മാവ് ഞങ്ങളെ ക്ഷണിച്ചു. ദൈവം വൈകിയില്ല. ഇവിടെ സംസ്കാരം വ്യത്യസ്തമാണെന്ന് എൻ്റെ പാസ്റ്റർ മനസ്സിലാക്കി. സമയം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പൂർണ്ണവും കൃത്യതയുള്ളതുമായ സ്വഭാവം തിരുവെഴുത്തുകളിലുടനീളം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ലാസർ രോഗബാധിതനാകുകയും മരിക്കുകയും ചെയ്ത ശേഷം 4 ദിവസത്തിനു ശേഷം യേശു അവിടെ എത്തി. ലാസറിൻ്റെ സഹോദരിമാർ യേശുവിനോട് വൈകിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം തിടുക്കം കാണിക്കാത്തതെന്ന് ആശ്ചര്യപ്പെട്ട് നാമും അങ്ങനെ തന്നെ ചിന്തിച്ചേക്കാം. പകരം യേശുവിൻ്റെ ഉത്തരങ്ങൾക്കും ശക്തിക്കുമായി വിശ്വസിച്ചാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ കാത്തിരിക്കുന്നതാണ് നല്ലത്. ദൈവശാസ്ത്രജ്ഞനായ ഹോവാർഡ് തർമൻ എഴുതിയതുപോലെ, ഞങ്ങളുടെ പിതാവേ, നിന്റെ ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ശക്തിയായി മാറുന്നതുവരെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഹൃദയവുമായി മാറുന്നതുവരെ, നിന്റെ ക്ഷമയിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ക്ഷമയായി മാറുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കും ദൈവമേ, ഞങ്ങൾ കാത്തിരിക്കും. പിന്നീട് ലാസറിൻ്റേതുപോലെ ദൈവം പ്രതികരിക്കുമ്പോൾ ഒരു കാത്തിരിപ്പിനു ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ സമൃദ്ധമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. ചിന്തിക്കുക, താങ്കൾക്ക് വേണ്ടി ദൈവം എന്തു ചെയ്യുവാനാണ് താങ്കൾ കാത്തിരിക്കുന്നത്? വിശ്വാസത്താൽ താങ്കൾക്ക് എങ്ങനെ കാത്തിരിക്കാനാകും? ദൈവത്തിന് മഹത്വം.